ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മാവളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ ചേട്ടായി? ഏതമ്പലത്തിൽ? നമ്മുടെ സ്വന്തം അമ്പലത്തിൽ, നമ്മുടെ എസ്റ്റേറ്റ് വീടിന്റെ വലിയൊരു അമ്പലം, ചെറിയൊരു അമ്പലം. പക്ഷെ അമ്പലം പള്ളിയിൽ വലിപ്പത്തിൽ നോക്കണ്ടല്ലോ. എല്ലാ ആൾക്കാരെ കണ്ടവാനേ വലിയ ആൾക്കാരെ കൊടുങ്ങല്ലൂർ അമ്പലവും അങ്ങനെ അമ്പലമൊക്കെ അല്ലേ കണ്ടത്. ഒരുപാട് എക്സ്പെക്ട് ചെയ്യണ്ട, കുഞ്ഞമ്പലമാണ് നമ്മുടെ. ആൾക്കാർ കുറവ്, അല്ല കുറച്ച് ആൾക്കാർ. കുഞ്ഞമ്പലം പക്ഷെ ദേവി ക്ഷേത്രമാണ്. ഭയങ്കര ക്ഷേത്രം പണിതുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഉത്സവം ഒതുക്കി നിർത്തിയപ്പോ ഒരു ദിവസം അല്ല 3 ദിവസത്തെ 7 ദിവസത്തെ കണ്ടൊക്കെ. പക്ഷെ അമ്മൂന് ഭാഗ്യമുണ്ട്, അമ്മു ഇതൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നു. അതെ അതെ, ഞാൻ വർഷങ്ങൾ കൂടിയിരുന്ന ആട്ടക്കൂടെ ഞാൻ 10-12 വർഷം എങ്ങനെ ആയിട്ടുണ്ടാവും ഉത്സവമൊക്കെ കൂടിയിട്ട്. അത് അതിന് മേലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് കൂടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് നല്ല ഭംഗിയായി പോയി. ഉത്സവമൊക്കെ കൂടി നമ്മുടെ അമ്പലമൊക്കെ കണ്ടു കേട്ട് പെർക്കിങ് ആൾക്കാരെ എല്ലാം കണ്ടു കേട്ട്. അതെ, പഴയ അയലക്കാരെ എല്ലാം കണ്ടു കേട്ട് അല്ലേ ഏട്ടായി? ഇങ്ങ് വരാം. ഒത്തിരി വണ്ടിയെ കയറി ഇരിക്കുക കേട്ടോ. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് പപ്പ പോയി ഇൻ്റർവ്യൂക്കൊന്നും വിളിച്ചിട്ടൊന്നും വരുന്നില്ല. വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അവൾക്ക് ക്ഷമ നശിച്ചു. അതുകൊണ്ട് ഒത്തിരി പറഞ്ഞു രാവിലെ 8 മണി തൊട്ട് 7 മണി തൊട്ട് ഒരുങ്ങിയിരിക്കുന്നു. 9 മണിയായി ഇപ്പൊ സമയം. അതെ, ഓരോരുത്തരോരുത്തർ കുളിച്ച് കൊടുക്കുക. അവളാ ഫസ്റ്റ് ഒരുങ്ങി, അവളും ചേട്ടായി. അപ്പം എന്തായാലും പോട്ടെ അല്ലേ? അപ്പോൾ വായി നേരടി ഫ്രണ്ടി 2 ഇരട്ടകളും. അയ്യോ, ഇത് വരുമ്പോനും അപ്പനും അമ്മായിയപ്പനും 2 പേരും സെയിം ഷർട്ടൊക്കെയാണ്. അത് ശരി, അതാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോ ഏതെങ്കിലും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോവും. അപ്പൊ എന്റെ സംഘത്തിലെ പിന്നെ അവളല്ലേ സോനിയാ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങള് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. നല്ല ഉടുപ്പ് കിട്ടും. ഇതിന് വാ വിളിക്കുന്നത് നേരം വെളുത്തത്. വേറെ നല്ല പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരുങ്ങി പോകാൻ സമയമായപ്പോ വേണ്ട പട്ടുപാവാട. ഞാൻ അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നവരുടെ വെള്ളമൊക്കെ പറക്കി ഞാൻ വീട്ടിന്റെ പിള്ളേർ ഇട്ടോട്ടെ. അല്ല പിന്നെ ഇല്ലാത്ത ഇനങ്ങളൊന്നും നമ്മളെ നിർബന്ധിക്കാൻ നിൽക്കുന്നത്. എനിക്കാണ് അരിശം വരും കേട്ടോ. ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു നല്ല ഓരോറ്റ അവള് ഇടിയല്ല. ഇത് പിന്നെ അമ്മ ഇപ്പൊ ഞാൻ വിഷുവിന് കോട്ടന്റേത് മേടിച്ചു വെച്ചിരുന്നതാണ്. അതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഈ വള്ളിയുള്ള കെട്ടുന്ന തോന്നുന്നു ആൾക്കങ്ങനെ. പാവാട ഇലാസ്റ്റിക്കും വേറെ ഇലാസ്റ്റിക്കും വയറ് തന്നെ എടുക്കുവാന്ന് ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നോടാ. പിന്നെ എന്റെ കൊച്ചിന്റെ കുറ്റം ഇരുന്നോണ്ട് പറയട്ടെ. ഇനി എന്താ പറയാ, തലേ തൊട്ട് പോയേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എന്നോട് പിണങ്ങിയിരിക്കുക. അമ്മയുടെ ഒരുക്കീരൊക്കെ കഴിഞ്ഞ് ഒരു പിന്നെ കുറെ ക്ലിപ്പ് പിന്നെ ചുക്കരിയാ മുത്തോ അതിനാ കുത്തിയൊക്കെ വെച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതൊന്നും കണ്ടില്ല. ഇതിപ്പോ ഞാൻ കുത്തിയിട്ട് ഞാൻ പറഞ്ഞു തൊട്ട് പോയേക്കത് കൈ തലമുടിയോട്ട് കൊണ്ടുവന്നേക്കരുത്. അതിന് എന്നോട് വേണമെങ്കിരിക്കില്ല. അയ്യോ, നല്ലൊരു രസമുണ്ട് കാണാൻ. ശുണ്ടിരിയായിരുന്നു കേട്ടോ. ശുണ്ടിരിയായിരുന്നു കേട്ടോ. എന്റെ ചെയ്യുമ്പോ ഉണ്ട കണ്ണും അയ്യോ മുത്തങ്ങാത്തല്ലേ. നമ്മള് നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിലോട്ട് വണ്ടിയൊക്കെ അതെ, കുഞ്ഞി കാനയൊക്കെ ചാടിച്ചാടിയായിരുന്നു നമ്മൾ എന്നെ ചേട്ടായി കല്യാണം കഴിച്ചപ്പോ അമ്പലത്തിലോട്ട് പോകണേ. ഇപ്പൊ എന്തേ വഴിയൊക്കെ റെഡിയാക്കി അത്യാവശ്യം അവിടെ എവിടെയും ചേർത്തിട്ടോ. ഒത്തിരി ചേർക്കാതെ നോക്കട്ടെ സോമനച്ചൻ വലിയ കാര്യത്തിൽ ഇതാരാ വരുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. സോമനച്ചന്റെ അന്നദാനമാണ് ഇന്ന് കേട്ടോ. സോമനച്ചൻ നമ്മുടെ വീട്ടിലെ അംഗമായിരുന്നു അല്ലേ? അയ്യോ, ഇപ്പൊ നമ്മൾ ഇവിടെ അങ്ങ് പോയതോടുകൂടി അവിടെ കൊണ്ട് ഒതുക്കിയിടാവുന്നു. ഓ എന്റെ പൊന്നെ, തൃശ്ശൂരിന്ന് വന്നതാ. അതെ, അമ്മു അതെ. അടുത്ത ആള് വന്നേക്ക്. അടുത്ത VIP. അല്ല, VIP ഒക്കെ ഷർട്ടാ മുട്ടിട്ടുണ്ടെങ്കിൽ കൈ പറയും. അതേ സീസ. ഓ എന്റെ ഒന്നേ മതി. സൂപ്പർ സൂപ്പർ. രാവിലെ വയറുവേന എടുത്ത് ഇരിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ സരസ്വതിയമ്മ ഇവിടെയാണ് കേട്ടോ പൊങ്കാലയിടുന്നത്. അല്ല, അവിടെയുണ്ട്. അയ്യോ, സരസ്വതിയമ്മ ഇവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ട് ഇരിപ്പുണ്ട്. ഇപ്പൊ വരാവേ, തൊഴുതിട്ട് വരാം.
ഗണപതി ഹോമമൊക്കെ നടക്കുകയാണ് കേട്ടോ. ഈ ശാന്തിയാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് കേട്ടോ. എൻ്റെ ചേട്ടയുടെ ചേട്ടനാണ് കേട്ടോ. 2-3 അമ്പലങ്ങളിൽ ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ അമ്മൂമ്മ എന്നെ കണ്ടപ്പോൾ കരയുവാ ഞാൻ ചെല്ലാത്തേന് കേട്ടോ. ഞാൻ വീട്ടിൽ ചെല്ലാത്തേന്. ചേട്ടായി എങ്ങനെ വരും? കണ്ണിന് കാഴ്ചക്കുറവ്, ചെവി കേൾക്കാതെ. അവിടെ നിന്നപ്പം എന്നെ കണ്ടല്ലോ. ഇവിടെ എന്നെ എന്നോട് പിണങ്ങി പോയി ഉണ്ടോതെ. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തല്ലേ കണ്ണ്? ഇത് ചെയ്യണം. നീ ഇതാ ചെയ്തത്. കണ്ണാടി ഉണ്ടോ? ചേട്ടമ്മയുടെ അനീതിയാ കേട്ടോ. ചേട്ടയുടെ അമ്മയുടെ അനീതി. ചുമ്മാ എന്റെ ദൈവമേ, നമ്മുടെ ഭാരതീയമ്മ. കണ്ണാടി ഉണ്ട്. കണ്ണാടി വെക്കണം. കണ്ണാടി അവര് തന്നതല്ലേ വിട്ടത്. ഇതൊക്കെ ഗുളിക കഴിക്കുന്നതിന് കുറച്ച് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. നല്ല ചൊറിയുന്നല്ല, അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങനെ ദൈവമേ മതി. എടി അമ്മു എന്നെ കണ്ടത് പിണങ്ങി അങ്ങ് പോയി. പിണങ്ങി പോയി പറയപ്പോ ഞാൻ ചെന്ന് സോപ്പിട്ടതാ. എന്നെ കണ്ടിട്ട് പിണങ്ങി പോയി. തുള്ളിക്കോട്ട് പിണങ്ങി പോയിരുന്നു. കണ്ടിട്ട് ധാരമില്ല. 5-6 വയസ്സുള്ള പിള്ളേര് പോകുന്ന തുടങ്ങും. നിന്നോട് ഞാൻ എന്നാ ചെയ്തടി. പിള്ളേര് എല്ലാവർക്കും ദൈവമേ മതി. ഇതുണ്ടോ കിങ്ങിണിയുടെ ഭാഗ്യം അമ്മൂമ്മനെയൊക്കെ കാണുന്നതേ. അമ്മൂമ്മ എൻ്റെ അയ്യമ്മേ അമ്മൂമ്മ. ഓ ശുണ്ടിരിയല്ല അത്രയും നടന്നു വരാൻ പറ്റത്തേ. അതേ അമ്മണിയമ്മയുടെ പറഞ്ഞപ്പോ അമ്മണിയമ്മയുടെ മകള് വന്നിട്ടുണ്ട്. അമ്മണിയമ്മ കണ്ടല്ലേ? അതെ അമ്മണിയമ്മയുടെ അതേ ഷേപ്പായി വരുന്നുണ്ടോടി. കറക്റ്റ് അടുത്തയാള് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പോയി തൊഴിട്ടോ. ഇതൊമ്മ ഭയങ്കര പണി ചെയ്യലാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. പഴയതല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളവിടെ തന്നെയാണല്ലോ. അപ്പം പൊങ്കാല ഇടുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ പൊങ്കാലയുടെ ആൾക്കാരൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. പച്ചക്കറികളെല്ലാവരും ഞൊണ്ടി കാര്യമുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ ആമ്പിളരെല്ലാം സെറ്റാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലേ ഒത്തിരി തോളേന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ പൊങ്കാലയ്ക്കുള്ള പരിപാടിയൊക്കെ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പോകാം കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ പൊങ്കാലയ്ക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ഈ പ്രാവശ്യം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. കാരണം അമ്പലം പണി തുടങ്ങി, അത് പിന്നെ തടസ്സമായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇനി അമ്പലം പണി വീണ്ടും തുടങ്ങുമൊക്കെ. അതുകൊണ്ട് വലിയ കാര്യപരിപാടികളൊന്നും ഇല്ലായിരുന്നു ഈ പ്രാവശ്യം. ഞാനും അമ്പലത്തിൽ ഇവിടെ വന്ന് പൊങ്കാല ഇടാറുള്ളതാണ് കേട്ടോ. പൊങ്കാല ഇടുകയും ഓണത്തിന് ഘോഷയാത്രയൊക്കെ നല്ല അടിപൊളി ഘോഷയാത്രയായിരിക്കും. അതിനൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മുമ്പിൽ ദേവിയുടെ അടുത്ത് താലം കൊണ്ട് പോകാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാനും അംബിക ചേച്ചിയായിരുന്നു, ഒരു പ്രാവശ്യം ഞാനും പിന്നെ കുമാരി ചേച്ചിയായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ. അങ്ങനെ കുമാരി ചേച്ചി എന്ന് വെച്ചാൽ നമ്മുടെ അമ്മണിയമ്മയുടെ മോള് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോവുക കേട്ടോ. ശാന്തി എല്ലാം കിട്ടിയേക്കണം കേട്ടോ, കറക്റ്റായിട്ട് കണ്ടേക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. ഞങ്ങൾ ശാന്തിന്ന് അമ്പലത്തിൽ ചെല്ലുമ്പോഴേ വിളിക്കാറുള്ളൂ. സുധച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. പിള്ളേർ സുധ മാമാന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഇതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണേ. നമുക്ക് എന്നാണല്ലോ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പോയി നിൽക്കുമ്പോഴല്ലോ മനസ്സിനൊരു ശാന്തതയല്ലേ, ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഈ ഇടുന്നത് നമ്മുടെ ഉപ്പരത്തിനുള്ള, അതും നമ്മുടെ സ്വന്തക്കാർക്ക് വെച്ചാണ് ഈ ഇരുന്നിടുന്നത് കേട്ടോ. ഇത് നടയിൽ ദേവിക്ക് പൊങ്കാല ഇടുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളക്കൊക്കെ തിരികെ എത്തിച്ചു കൊടുത്തു. ഇതെൻ്റെ ചേട്ടയുടെ അനിയനും ഈ റോസ് ഉടുപ്പിട്ടത് അനിയൻ്റെ മകൻ്റെ ഭാര്യ, പിന്നെ അനിയത്തി, അവർ 3 പേരുമാണ് കേട്ടോ. ചേട്ടയുടെ അനിയനും അനിയൻ്റെ ഭാര്യയും അനിയൻ്റെ മകൻ്റെ മോളും ഭാര്യയുമാണ് കേട്ടോ. ഇനി ഞാൻ അവരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അവരൊക്കെ ഇതുവരെ വീഡിയോയ്ക്കത്തൊന്നും വന്നിട്ടില്ലാത്തവരാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ ഉള്ളൊരു നല്ല ഇതിൽ നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഒരു ഐശ്വര്യമുള്ള കാര്യമല്ല അവർ ചെയ്യുന്നത്. പൊങ്കാല ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഇതാണ് കേട്ടോ. ഈ ഓറഞ്ച് സാരി എടുത്തതിൻ്റെ അനിയൻ എടി അമ്പലത്തിൽ വരുമ്പോൾ ശാന്തി, വീട്ടിൽ ചെല്ലുമ്പോൾ സുധമാമൻ. അതെ അവിടെ പോയി തീറ്റം കൂടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന തുളസിയാൻ്റെയൊക്കെ അതേ പൊങ്കാല ഇടുന്നു. കാറ്റടിക്കണം ആണോ? വലിയ അമ്പലമല്ലേ? നമ്മുടെ അമ്പലം അങ്ങനെ തന്നെ ആയിക്കോളും. ഇതാണ് ഞങ്ങളുടെ ശുദ്ധമാമൻ്റെ അമ്മ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ശുദ്ധമാമൻ്റെ അമ്മ. പോട്ടോ സ്റ്റിച്ച് എടുത്തിട്ട് അരിയിടാൻ കൊടുക്ക.
ആ എല്ലാവരും ഇതേ അരി ഇട്ടല്ലോ. ആ ഇനി ആരുടെ ആദ്യം തിളയ്ക്കുന്നതെന്നാ നോക്കിക്കൊണ്ടിരിക്കണ്ടേ കേട്ടോ. 1 2 അല്ലെ 10 പൊങ്കാലേ ഉള്ളൂല്ലോ, ഇതാണോ വലിയ കാര്യമായിട്ട് കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് നല്ല ഭയഭക്തി ബഹുമാനത്തോടെയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. ഇത് കണ്ടോ, എല്ലാവരും അതെ കേട്ടോ, എല്ലാവരും തന്നെ അത്രയും എന്നാ പറയുന്നത്, ഭയങ്കര ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു കാര്യമല്ലേ അല്ലേ. അതെ ഫസ്റ്റ് തിളച്ചത് നമ്മുടെ അമ്മണിയമ്മയുടെ മോളുടെയാണ് കേട്ടോ, കുമാരി ചേച്ചിയുടെയാണ് ആദ്യം ഫസ്റ്റ് തിളച്ചത്. അപ്പോൾ ഫാത്തിയമ്മയൊക്കെ പോയി ഇങ്ങനെ കുരവ ഇടുമല്ലോ, അവരെല്ലാവരും കുരവയൊക്കെ ഇടുന്നുണ്ട്. ഇതേ നടയിലേ തിളച്ചായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ദേവിയുടെ അമ്പലത്തിനകത്ത് വെച്ചത് ആദ്യം തിളച്ചായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ രണ്ടാമതാണ് കണ്ടത് കേട്ടോ സത്യത്തിൽ. അപ്പോൾ അതും തിളച്ചിട്ടുണ്ട്. ആദ്യം തിളയ്ക്കുന്നതും തിളഞ്ഞു പൊങ്ങിച്ചാടുന്നതും ഒക്കെ ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെയാണ് കേട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ പോയി നോക്കി നിന്ന് ഞാൻ എടുക്കായിരുന്നു. കാരണം എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. കാരണം ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ പൊങ്കാലയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ചേട്ടനോട് പറഞ്ഞാൽ ഈ പ്രാവശ്യം അമ്പലം പണി നടക്കുന്നതുകൊണ്ട് പരിപാടിയൊന്നും ഇല്ലെന്നാ. ഇതാണ് കേട്ടോ അനിയത്തിയുടെ പൊങ്കാല. അവിടെ ഇത് അനിയത്തിയുടെയൊക്കെ ഇത്രയും പൊങ്കാല ഉള്ളതിൽ ഏറ്റവും വലിയ കാലം അവരുടേതായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ തിളച്ച് ചാടി ഒന്നിങ്ങനെ വന്ന് നിന്നിട്ടേ എന്നാന്ന് വെച്ചാൽ ഏറ്റവും വലിയ കലം അതായിരുന്നു കേട്ടോ. അപ്പം പൊങ്കാല പ്രസാദമൊക്കെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അത് കഴിഞ്ഞ് വാങ്ങിച്ച് കഴിച്ചു. എന്നാ പറയുന്നത്, നമുക്കതൊക്കെയല്ലേ ഒരു സന്തോഷം. അനിയൻ കണ്ടപ്പോൾ തീയൊക്കെ കൂടുതൽ വെച്ച് കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ അത്രയും നല്ല സുരുമയോടെ സ്നേഹത്തോടെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം, ഒരു അഭിമാനമൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ വീണ്ടും അവിടെ ഒക്കെ എടുത്തെടുത്ത് കാണിച്ചത്. ഈ പ്രാവശ്യം ചേട്ടയുടെ മൂത്ത പെങ്ങൾ വന്നിട്ടില്ല കേട്ടോ, വലിയേച്ചിയും വരുന്നതാണ് ഈ അമ്പലത്തിലെ ഉത്സവത്തിന്. കാരണം അവരുടെ കുടുംബക്ഷേത്രം എന്ന് പോണക്കാണ് ചേട്ടയുടെയൊക്കെ. അപ്പം ചേട്ടയുടെ കൂടപ്പുറപ്പുകൾ എല്ലാവരും 4 പേരും കാണും കേട്ടോ അമ്പലത്തിൽ. പക്ഷേ ഈ പ്രാവശ്യം വലിയേച്ചി വന്നിട്ടില്ല. വലിയേച്ചി സാധാരണ എല്ലാ വർഷവും വരുന്ന, എന്തെങ്കിലും സാഹചര്യ ബുദ്ധിമുട്ടുണ്ടായിരിക്കും വന്നില്ല. പിന്നെ കുമാരി ചേച്ചി അളിയനും ഒക്കെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അളിയനും കണ്ണനും ഒക്കെ ഉണ്ട് ഇവിടെ, എവിടെയെങ്ങോണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ ചാടുന്നതും ഒക്കെ നോക്കി അത്രയും ഇതായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതും നമ്മുടെ ഒരു സ്വന്തക്കാരി കൊച്ചാണേ. അപ്പം ഞാൻ അതൊക്കെ നിറഞ്ഞ് ഇങ്ങനെ തുളുമ്പി ചാടുന്നതൊക്കെ കണ്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ കലമായിരുന്നു പൊങ്കാലക്കളകളിൽ അത്രയും വെച്ചതിൽ വലിയ കലം കേട്ടോ. അപ്പോൾ അതും നിറഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്ക് അമ്മമാരാരെങ്കിലും കുരവിടാനായിട്ട് വരും. എനിക്ക് തോന്നുന്നു സതീശൻ്റെ പൂക്ക് കണ്ടിട്ട് പാർവതിയമ്മേനെയോ അങ്ങനെ പ്രായമുള്ള അമ്മമാരെ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, പാർവതിയമ്മനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പാർവതിയമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരമ്മയാണ്. തെറ്റ് കണ്ട അന്നേരം വഴക്കും പറയും, പക്ഷേ സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ശരിക്കും പിണങ്ങി പോയി സങ്കടം വന്ന് കരഞ്ഞ് ഞാൻ കുറേ നാളായിട്ട് ചെന്നില്ലെന്ന് അന്നും പറഞ്ഞുകൊണ്ട് ഈ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അതെ തിളച്ച് ചാടാനായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ അനിയൻ്റെയും അനിയത്തിയുടെയും മക്കളുടെയും പൊങ്കാല. അത് എനിക്ക് എന്നാലും ഒത്തിരി തൃപ്തിയും സമാധാനവും സന്തോഷമൊക്കെ തോന്നി, ഒരു ഐശ്വര്യം തോന്നി. അതാണ് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ തിളച്ച് അടിപ്പോൾ നീ കുര വീടാൻ റെഡിയായിട്ട് പാരയുമ്പോൾ നിൽക്കുന്നുണ്ടോ. ദൈവമേ ഭയഭക്തി ബഹുമാനത്തോടെയാണ് അനിയത്തിക്കുട്ടിയൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ബീന ചേച്ചിയാണ് കേട്ടോ തൊട്ടടുത്ത് നിൽക്കുന്നത്. നമ്മുടെ ഇതെല്ലാവരും ഞാനിങ്ങനെ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ആരാ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ചേട്ടൻ അനിയത്തെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത് കേട്ടോ. സുധമാമനെയാണ്, ചേട്ടനാണ്, ഭാരതിയമ്മേനെ, അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞത്. എല്ലാവരും തന്നെ ഏകദേശം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. കണ്ടോ നിറഞ്ഞ് ആടിത്തുളുമ്പി കണ്ടോ. എൻ്റെ ദൈവമേ എല്ലാ ഐശ്വര്യം കൊടുക്കട്ടെ ഭഗവാൻ, അല്ലേ ദേവിയമ്മയുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനെന്ന് വിളിക്കും, മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവിന്ന് വിളിക്കും, ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി മാതാവിന്ന് വിളിക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ ഉള്ളൂ അല്ലേ, നമ്മൾ പല രൂപത്തിലും ഭാവത്തിലും പേരിട്ട് വിളിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയും ഒരു സന്തോഷം. എന്തോന്ന് നോക്കാൻ പറയണേ ബീന ചേച്ചിയോടെ. ഇനി ഞാൻ കാണിക്കുന്നത് ആരെയാണെന്നറിയാമോ, നമ്മുടെ ആറ്റുകാലിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വീടായിരുന്നു. ഇത് സുധച്ചേട്ടൻ്റെ അനിയനും അനിയത്തിയാണ് കേട്ടോ. സുധശാന്തി ഇപ്പം ശാന്തി പറഞ്ഞില്ലേ, അനിയനും അനിയത്തിയാണ്. ഞാൻ എൻ്റെ മക്കളെ ഉണ്ടല്ലോ, ഞാൻ എങ്ങോട്ടേലും പോകുമ്പോൾ ടൗണിലോട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പം വിജയൻ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവരുടെ വീട്ടിൽ കേട്ടോ, പഗ്യാസ് ചേട്ടൻ്റെ വിജയ ചേച്ചിയുടെ അവരുടെ മകൻ്റെ കുഞ്ഞാണത്. അവർക്ക് 2 ആമക്കളായിരുന്നു, പവിനും വിവിനും. എൻ്റെ മക്കളുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പള്ളി പെരുന്നാളിലൊക്കെ പോയിട്ട് വരുമ്പോഴേ അമ്മൂന് വളയെല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും. അമ്മൂനെ ഭയങ്കര
ഇഷ്ടമായിരുന്നു പങ്കാശ്. ഞാനാണെങ്കിൽ അമ്മൂൻ്റെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കും. ഇപ്പം നമ്മുടെ കിങ്ങിണിമോടെ മുടി കിടക്കുന്നതുകൊണ്ടൊക്കെയാണ് കിടക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു പങ്കാശ് ഞാനും വിജയമ്മ ചേച്ചിക്ക്. വന്നിട്ട് ഇവർ ചോറ് തിന്നിയല്ല, അതിന് മുട്ടയൊക്കെ പൊരിച്ച് ചോറൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. നല്ല പട്ടുപാടൊക്കെ ഇട്ട് കുറുമി നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ രമ്യയുടെ കൊച്ചാണ് കേട്ടോ, സോമനച്ചൻ്റെ കൊച്ചുമകള്. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന കണ്ടപ്പോഴേ. അപ്പം തിരുമേനിയൊക്കെ വന്ന് ശാന്തിയൊക്കെ വന്ന് വേണ്ട നമ്മുടെ അമ്പലത്തിൻ്റെ നടയ്ക്ക് വെച്ച പൊങ്കാല, ദേവിക്ക് തിരുമുമ്പിൽ വെച്ച സമർപ്പിച്ച പൊങ്കാല ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇനി പുറത്തോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് എല്ലാവരുടെയും പൊങ്കാലയിൽ നിന്ന് കണ്ടോ, ഇത് കണ്ടോ, എല്ലാവരുടെയും ശുദ്ധിവൃത്തി വരുത്തി ഐശ്വര്യമായിട്ട് അതിൽ നിന്ന് ഓരോ തവി കോരിയെടുത്ത് ദേവിയുടെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിച്ച് വീണ്ടും തിരിച്ച് നമ്മുടെ പൊങ്കാലക്കരങ്ങളിൽ കൊണ്ടുപോയി പാർന്ന് തരും കേട്ടോ. എന്നിട്ടാണ് നമ്മളതെല്ലാവർക്കും കൂട്ടി വീതിച്ച് ഭാഗിച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പം ഒരു സൈഡ് തുടങ്ങി ശാന്തി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ചയൊക്കെ കാണുന്നത് നല്ല കാഴ്ചയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട്. ഇത്രയും നേരം സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഇപ്പം സൗണ്ടും കൂവിച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും വെയിലും കൊണ്ടുവന്നിട്ട് തളർന്നു കുത്തിയും അടുത്ത് കയറി കിടന്നു. ഭയങ്കര വെയിലായിരുന്നു. സാധാരണ നമ്മുടെ ഈ അമ്പലത്തിൽ പൊങ്കാല ടൈമിൽ ഒരു മഴ ചാറ്റലൊക്കെ ഉള്ളതാണ് കേട്ടോ. പൊങ്കാല ഇടുന്ന അന്ന് നമ്മുടെ സദ്യയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെട്ടെന്നൊരു മഴയൊക്കെ വരുന്ന മൂടിക്കെട്ടി വന്നു. പക്ഷേ ചാറിയില്ല കേട്ടോ. ഞങ്ങൾ വണ്ടിക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേനും ചെറുതായിട്ട് ചാറി ഉണ്ടോ. അങ്ങനെ അറ്റം തുടങ്ങി ഓരോരുത്തരുടെ കൊണ്ടുവരുവാണേ. നേരിച്ച് കൊണ്ടുവരുക. നേരിച്ചെന്നാണോ ഇത് പറയുന്നത്? ഇതാണ് കേട്ടോ. ഈ ഇവിടുന്ന് കാണുന്ന ഈ മെറൂൺ ബ്ലൗസാണ് ശാന്തിയുടെ വൈഫ്, തുളസി ചേച്ചി എന്നാണ് പേര്. മോൻ്റെ ഭാര്യയാണ് ഈ നീല സാരി ഉടുത്തിരിക്കുന്നത്. ശാന്തിയുടെ അമ്മയും മോളും ഒക്കെ അടുത്തടുത്ത് നിന്ന് പൊങ്കാലിടുക. നമുക്കും ഇതിനകത്തൊരു ഭാഗമാകാൻ പറ്റുമല്ലോ ഇതൊക്കെ കാണുമ്പോൾ, അല്ലേ? അതുകൊണ്ടാണ് ഇത് വലിയ, ഞാനിങ്ങനെ കുട്ടായം അടച്ചിരുന്നപ്പോണ്ടല്ലോ വലിയ ടി വിക്കകത്ത്, ഇത് നമ്മുടെ ഇത് ചെറിയ ടി വി അല്ലേ, അത് തന്നെയാണ് ഞാൻ അതിനകത്ത് ടി വിക്കകത്തിട്ട് കാണുന്നില്ല അങ്ങനെ. പക്ഷേ കുട്ടായം അടച്ചിരുന്നപ്പോൾ വലിയ ടി വിക്കകത്ത് ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ എന്നോ ഒരു കുഞ്ഞു സംഭവം നല്ല അലിപ്പത്തി നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇത് ഒത്തിരി പേർക്ക് ഇങ്ങനെ പൊങ്കാലയിടാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ കൂടാൻ പറ്റാത്തവർക്കും ഒക്കെ ഇഷ്ടമാകത്തില്ലേ, കാണാൻ പറ്റത്തില്ലേ? അതിനല്ലേ നമ്മുടെ പഴയ അയൽവക്കംകാരെയും എല്ലാം കാണുക ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷമാണ് സത്യം. എല്ലാവരും തന്നെ നമ്മുടെ അയൽവക്കംകാരാണ്. ഓടി വന്ന് എല്ലാവരും മിണ്ടുമായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് സത്യം പറഞ്ഞാൽ വലിയധികം മിണ്ടാതിരുന്ന ഒരേ ഒരു വ്യക്തികളേ ഉള്ളൂ. അവർ സാമ്പത്തികപരമായിട്ട് ഇച്ചിരി ഉയർന്ന ഒരു നിലയിലെത്തി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും ഒക്കെ ജീവിച്ചവരാണ്. പക്ഷെ അവരൊരു ശകലം ഉയർന്ന ഒരു ലെവലിലെത്തി. അപ്പോൾ ഇപ്പോൾ അങ്ങനെ മറ്റുള്ളവരൊക്കെ ആയിട്ടൊരു ഇച്ചിരി അകൽച്ച ഭാവിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി ഒഴിച്ച് എല്ലാവരും അന്നത്തെ അതേ സ്നേഹവും ഒറ്റയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. എന്നാന്ന് വെച്ചാൽ അത്രയും സ്നേഹം. ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര ആൾ കൂടുന്ന അമ്പലമായിരുന്നു. എസ്റ്റേറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഉത്സവവും കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചൊക്കെ ചെല്ലുമ്പോഴൊക്കെ നല്ല ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പണിയും തടസ്സങ്ങളും. പിന്നെ എല്ലാവരും തന്നെ അവിടുന്ന് സ്ഥലം വിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയൊക്കെ പോയി. അപ്പോൾ ആൾക്കാർ ഒത്തിരി. ഈ പ്രാവശ്യത്തെ ഉത്സവം അമ്മൂന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂനോട് പഠിച്ച പിള്ളേർ കുറേ പേരെ കണ്ടു. അനിയൻ്റെ മകൻ്റെ പെണ്ണും അമ്മൂൻ്റെ കൂടെ പഠിച്ചതായിരുന്നു. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയോ രണ്ടുപേരും ഭയങ്കര സംസാരിക്കുകയോ ഒക്കെ ചെയ്തു. ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പുറത്തുള്ളൊരു പൊങ്കാലിട്ട് ഒരു മോള് അവളെ കെട്ടിച്ചത് ചാലക്കുടിയിലോട്ടാന്ന് പറഞ്ഞു. അവളും ഓടിയോന്ന് പറഞ്ഞാലും എല്ലാം പറഞ്ഞു. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. എന്നാ പ്രാർത്ഥനയ്ക്ക് ശാഖയിലെസ്സൻ്റെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ. പിന്നെ അവളുടെ കൂടെ പഠിച്ച പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓടി വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായിപ്പോയി അമ്മൂന്. എന്നാന്ന് വെച്ചാൽ കൂട്ടുകാരെ കുറേ നാൾ കൂടി കാണുമ്പോഴേ അവളുടെ കൂടെ പഠിച്ച് വേറെ ഒരു കൊച്ചാണെങ്കിൽ ഓടി വന്ന് എടീ ഞാൻ പറഞ്ഞു നീ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മൂന് വിശേഷപ്പെട്ട ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതെന്നാ തട്ടുന്നതെന്ന് അറിയാമോ? പൊങ്കാലപ്പായസമാണ് കേട്ടോ. ഞാൻ എല്ലാവരുടെയും അടുത്തുനിന്ന് ഒരില എടുത്തുകൊണ്ട് പോയിട്ട് പൊങ്കാലപ്പായസം മേടിച്ചു കേട്ടോ. എല്ലാ പൊങ്കാലയിൽ നിന്നും മേടിച്ചു. എല്ലാവരുടെയും വ്യത്യസ്ത ടേസ്റ്റായിരുന്നു. എന്നിട്ട് കഴിച്ചു. ഇതേ സദ്യ കഴിക്കാനായിട്ട് കയറിയേക്കാണ്. ചേട്ടായി ആ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നല്ല സദ്യയായിരുന്നു. സോമൻചേട്ടൻ്റെ സദ്യയാണ്. നല്ല അടിപൊളി സദ്യ കേട്ടോ. ചേട്ടാൻ്റെ അടുത്ത് പോയി വീണ്ടും എന്നാ വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കുന്നുണ്ടോ. അപ്പം ഞങ്ങൾ പോവുക കേട്ടോ, എല്ലാവരോടും യാത്ര പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂടുതൽ അവലോടിനോട് ഇടിച്ചു പൊട്ടിക്കുക. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.